ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എണീച്ചേരെ ബിരിയാണി നടന്നൊരു മോഹം ഇതുള്ളതുകൊണ്ട് നേരെ വന്നത് ഇവിടത്തേക്കാണേ. ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവിടെ കണ്ട പോലെ തന്നെ ഫസ്റ്റ് തന്നെ ടോക്കൺ എടുത്ത് വരുമ്പോൾ തന്നെ ചോദിച്ചിന് കുറെ ആളുണ്ടോ, എത്ര ആളാ ഉള്ളതെന്നല്ല. അങ്ങനെയുള്ള ചോദിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പാർസൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് ഞാൻ ബിരിയാണിന്റെ അപ്പുറം അച്ചാറ്, കച്ചമ്പറ്, പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ട്. അമ്മയും അനിയനും സിംഗിൾ ആണേ പറഞ്ഞു. സിംഗിൾ തന്നെ റൈസിന്റെ ക്വാണ്ടിറ്റി കണ്ടാ ഫുള്ളിനെക്കാട്ടും കൂടുതലുണ്ട്. അങ്ങനെ നമ്മള് പറഞ്ഞ ഫുള്ളും വന്നിട്ടുണ്ട്. കണ്ടാ ഇലേന്റെ അകത്ത് സ്ഥലം വരെ ഇല്ല. ശരിക്കും മിനിമൽ ആയിട്ട് കഴിക്കുന്നെങ്കിൽ ഒരു ഫുള്ളും വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടാക്ക് കഴിക്കാൻ പറ്റും. കാരണം രണ്ട് വലിയ പീസും ഒരു ചെറിയ പീസും കൂടി ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. പിന്നെന്നാ വേണ്ടല്ലേ, തലശ്ശേരി കഴിച്ചിട്ടുള്ള ബിരിയാണിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണികളിൽ ഒന്നാണേ ഇത്. അങ്ങനെ കുറച്ച് തൈരും അച്ചാറും പപ്പടവും കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി. എന്താന്നറിയില്ല, എന്റെ ടേസ്റ്റിന് ഓക്കെ ആയ ബിരിയാണിയാണ്. അങ്ങനെ അതേപോലെ തന്നെ കഴിച്ചോണ്ടേ നിന്നിന്. അവസാനം ഇലയിലെ ബിരിയാണി അങ്ങ് തീർന്നേരാന്ന് ഒരു ആശ്വാസമായി. സോറി അങ്ങോട്ടല്ല പോലും ഇങ്ങോട്ടേക്കാ നടക്കേണ്ടത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. വേറെ ഏതെങ്കിലും നല്ല ബിരിയാണി സ്പോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കാം. നമ്മൾ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിങ്ങളം ദേവൂസാണ്. കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടേ. അപ്പൊ ഓക്കെ, ശരി.